മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ അങ്ങനെ മഹാലക്ഷ്മി കാണുകയാണ് കേട്ടോ. ഇവളെന്താ ഇവിടെ ഇവിടെ ആരോ എന്തോ കിടക്കണുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിങ്ങനെ മാർക്കോ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം അനന്തു മഹിയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് ആ ഗുണ്ടകൾ ഇങ്ങനെ ആ റൂമിനകത്ത് ചുറ്റിപ്പറ്റി പരിസരത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അനന്തുവിന് എന്തോ ഒരു സംശയം തോന്നുകയാണ് കേട്ടോ. ഇതൊരു അത്ര ശരിയല്ലല്ലോ, ഞാൻ പകലും 2-3 പ്രാവശ്യം ഇവരെ കണ്ടിരുന്നു. ഈ റൂമിൻ്റെ പരിസരങ്ങളിലാണ് ഇവർ ചുറ്റി നടക്കുന്നത്. എന്തായാലും ശരി, എന്തായാലും മഹിയോട് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അനന്ത് മഹിയോട് വന്നിട്ട് പറയണം, മഹി എന്തായാലും ശരി, നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് മഹി ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇവിടെ അനന്ത് കാവലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പകൽ മുഴുവൻ ആരും വരാതിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തന്നെ കൂടുതലുണ്ട്. അതുകൊണ്ട് കണ്ണനെ ഇവിടുന്ന് തന്നെ ഇല്ലാതാക്കണം എന്നാണ് അവരുടെ ശ്രമം. അതുകൊണ്ട് മഹി നല്ലപോലെ ശ്രദ്ധിച്ച് വേണം രാത്രി ഇവിടെ ഇരിക്കാൻ എന്നിങ്ങനെ അനന്ത് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആനന്ദ് വേട്ട, കണ്ണേട്ടൻ്റെ ജീവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ വേണമെങ്കിൽ കൊടുക്കുക. പക്ഷെ ഒരിക്കലും കണ്ണേട്ടന് ഒരാപത്തും സംഭവിക്കാൻ ഞാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയും, നിൻ്റെ ജീവനും അവൻ്റെ ജീവനും ഒരുപാട് വിലയുണ്ട്, അല്ലാതെ നിൻ്റെ ജീവൻ കൊടുത്തിട്ട് കണ്ണനെ രക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ശത്രുക്കൾക്ക് ഇവൻ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഇവൻ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നാലോ എന്ന് അവരുടെ മനസ്സിൽ പേടിയുണ്ട്. അതുകൊണ്ട് രാത്രി ആര് വാതിൽ തുറന്നാലും തട്ടി വിളിച്ചാലും നീ തുറക്കരുത്. തോമസ് വൈദ്യരാണെങ്കിൽ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് വിവരം അറിയിക്കുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും വാതിൽ നീ തുറക്കാൻ പാടില്ല എന്ന് പറയണ് അനന്തു. ആരൊക്കെയോ ശത്രുക്കൾ ചുറ്റുവട്ടം നടക്കുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് മഹി ഒരിക്കലും വാതിൽ തുറക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനന്ത് പോകുക കേട്ടോ. പോകുമ്പോൾ തന്നെ അനന്ത് ഈ യുവാക്കളെ കാണുന്നുണ്ട്. എന്തോ ഒരു സംശയം അനന്തൂര് തോന്നണമുണ്ട് കേട്ടോ. അതേസമയം സമയം കണ്ണനും മഹിയും കൂടി രാത്രിയായപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അനന്ത്. എന്നാലും ശരി, നീ കിടന്ന് ഇവിടെ ആരാപ്പോൾ വരാനുള്ളത്, വാതിലടച്ചിട്ട് കിടക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കിടന്നുറങ്ങണം കേട്ടോ. അതേസമയം മേഘനാഥൻ ആ ശക്തിയെയും കൂട്ടുകാരെയും ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, എന്തായിടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല സാറേ, നല്ലൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. സാർ അത് പറയുമൊന്നും വേണ്ട, ഞങ്ങൾ വേണ്ട പോലെ അത് കൈകാര്യം ചെയ്തോളാം, സാർ പേടിക്കണ്ട എന്ന് പറയണം. ഇനിയൊരു പിഴവ് പറ്റാൻ പാടില്ല. പല പ്രാവശ്യവും ഓരോ പിഴവ് വന്നതാണ്. ഇനിയൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് പക്ഷേ ഞങ്ങളുടെ ജീവിതം തന്നെ തകരും. അതുകൊണ്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനേ എന്ന് മേഘനാഥൻ ആ ശക്തിയോട് ഫോൺ ചെയ്ത് പറയണം കേട്ടോ. പിന്നീട് ആ ശക്തി വന്നിട്ട് ഇവർ കിടക്കുന്ന ജനലിൻ്റെ അരുവിൽ കൂടെ വന്നിട്ട് ജനലിങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. എന്തായി എന്ന് 2-3 പ്രാവശ്യം രാത്രിയിൽ ഇങ്ങനെ വന്ന് ജനൽ തുറന്ന് നോക്കുകയാണ്. പക്ഷേ കണ്ണനെയും മഹിയെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കോ അവിടെ ചുറ്റുവട്ടത്ത് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കണ്ണനെയും മഹിയെയും ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണനും മഹിയും കൂടി ആംബുലൻസ് കിടന്നല്ല നടന്ന് തന്നെ വരും. അതിനു വേണ്ടിയിട്ട് ശത്രുക്കൾ കാത്തിരിക്കുന്നത് നമുക്ക് പരാജയം ഉണ്ടാവുമെന്ന് സന്തോഷത്തോടെ കാത്തിരിക്കാം.